ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി പടർത്തിക്കൊണ്ട് UAE, സൗദി അറേബ്യ, കുവൈറ്റ് എന്നിവിടങ്ങൾക്ക് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം. ദുബായിലെത്തിയ ഡ്രോണുകൾ തകർത്തതായാണ് റിപ്പോർട്ടുകൾ. ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി പടർത്തിക്കൊണ്ടാണ് UAE, സൗദി അറേബ്യ, കുവൈറ്റ് എന്നിവിടങ്ങൾക്ക് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം നടന്നത്. രാത്രിയിലുണ്ടായ നീക്കങ്ങളെ പ്രതിരോധ സേനകൾ വിജയകരമായി തന്നെ തടഞ്ഞിട്ടുമുണ്ട്. ദുബായിലെത്തിയ ഡ്രോണുകൾ തകർത്തതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടും. ഇതിനു പിന്നാലെ ശത്രുക്കൾക്ക് വരാനിരിക്കുന്നത് ഒട്ടും ശുഭകരമായ വർഷമായിരിക്കില്ലെന്ന കടുത്ത മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയും രംഗത്തെത്തിയിരുന്നു. പുതിയ പ്രസ്താവനയിലാണ് മുജ്തബ ഖമേനി നിലപാട് വ്യക്തമാക്കിയത്. ദുബായ്, സൗദി അറേബ്യ, കുവൈത്ത് എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. പ്രതിരോധ സംവിധാനങ്ങൾ ഇവ പരാജയപ്പെടുത്തി. തുർക്കിയിലേക്കും ഒമാനിലേക്കും നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാൻ അല്ലെന്നും ഇത് ഇസ്രയേൽ നടത്തിയ ആൾമാറാട്ട ആക്രമണമാണെന്നും മുജ്തബ ഖമേനി അവകാശപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ പ്രതിരോധം തകർത്തെന്ന അമേരിക്കൻ വാഗ്ദാനങ്ങൾ പൊള്ളയാണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും വ്യക്തമാക്കിയത്. അമേരിക്കയുടെ F-35 വിമാനം വീഴ്ത്തിയതും യുദ്ധക്കപ്പലുകൾക്ക് പിൻവാങ്ങേണ്ടി വന്നതുമൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ വിട്ടു നൽകുന്നതിലൂടെ ബ്രിട്ടൻ സ്വന്തം പൗരന്മാരുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്നാണ് ഇറാൻ നൽകിയ മുന്നറിയിപ്പ്. നിരന്തരമായ ആക്രമണങ്ങളെ തുടർന്ന് ഇറാഖിലെ എണ്ണയുൽപാദനം ഗണ്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ കുവൈത്തിൽ തകരാറിലായ പവർ ലൈനുകളും ഭാഗികമായി തന്നെ പുനഃസ്ഥാപിച്ചിട്ടുമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.